ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ നമ്മൾ 55-ാമത്തെ ശ്ലോകം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് വായിച്ചു. അതിനകത്ത് ഇന്ന് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഗൗരവം നമ്മൾക്കുണ്ടാകുന്നത്. പൊതുവേ നമ്മളെല്ലാം ധരിച്ചു വച്ചിരിക്കുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വയസ്സാങ്കാലത്ത് നോക്കേണ്ടതാണ്, അറിയേണ്ടതാണ് എന്നുള്ള തെറ്റായ ധാരണ, അതാണ് നമ്മെ വീണ്ടും ഭ്രമിപ്പിക്കുന്നത്. അപ്പോൾ ശരിക്കുള്ള ആത്മീയത, ശരിക്കുള്ള അറിവ് ചെറിയ പ്രായത്തിൽ നമ്മൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളുടെ ഇന്ന് നമ്മൾ കാണുന്ന, കുഞ്ഞുങ്ങളിൽ വരെ കാണുന്ന ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു നെടിയ കിനാവായിട്ട്, സ്വപ്നമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കാണുമ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമല്ല എന്നുള്ള തിരിച്ചറിവ്, അവിടെയാണ് ഓരോരുത്തരുടെയും മനസ്സ് താളം തെറ്റിപ്പോകുന്നത്. നേരെ മറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളുടെ അവിചാരദശയിൽ വിചാരം ചെയ്യാതിരിക്കുന്ന അവസരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പൊതുവേ നമ്മളുടെ ധാരണ മനസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വിശകലനം നടത്തിയിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത് പാശ്ചാത്യരാണ് എന്നാണ്, വെള്ളക്കാരനാണ് എന്നുള്ള രീതിയാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മഹർഷിമാർ, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള മഹർഷിമാർ പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം വ്യക്തമായിട്ടുള്ള മനഃശാസ്ത്രമാണ്. നമ്മുടെ മനസ്സിനെ സംബന്ധിക്കുന്നതാണ് ഇതെല്ലാം. മനസ്സ് കൈവിട്ടു പോകുന്നത് കൊണ്ടാണ് കുട്ടികളും തമ്മിൽ ഇന്ന് ഈ മയക്കുമരുന്നൊക്കെ കഴിച്ച് അവർ പരസ്പരം കുത്തിമരിക്കുന്നത്. വലിയവർ, രാഷ്ട്രീയക്കാർ ഉൾപ്പെടെ മതവിഘടനവാദികൾ, മതഭ്രാന്തന്മാർ, സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകളൊക്കെ അവരുടെ അനുയായികൾക്കും മറ്റുമൊക്കെ ഈ മയക്കുമരുന്ന്, മനസ്സിനെ മയക്കുന്ന ഈ മദ്യം കൊടുക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവരുടെ ബുദ്ധി വീണ്ടും ഭ്രമിച്ചു പോവുകയാണ്. എന്നിട്ട് നമ്മൾക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകുകയാണ്. അത് നടക്കാതെ വരുമ്പോൾ തമ്മിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നത് ഒരു ചൈതന്യം മാത്രമാണ് എന്നുള്ള ആ തെളിച്ചത്തിലേക്ക് അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു ജീവിതത്തിൻ്റെ താളം തെറ്റിപ്പോകുന്നത്. ഒരു കുഞ്ഞിൻ്റെ സംസ്കാര രൂപീകരണത്തിൽ അച്ഛൻ്റെയും അമ്മയുടെയും പങ്ക് എത്രമാത്രം ഉണ്ട് എന്ന് അറിയുന്ന മാതാപിതാക്കൾ വളരെ കുറവാണ്. അവർ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടി ധാരാളം പണം അവർ ചോദിക്കുന്ന സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുക, അവരുടെ വാശികൾ, കുഞ്ഞുങ്ങളുടെ വാശികളെല്ലാം അപ്പം തന്നെ തീർത്തു കൊടുക്കുക. പക്ഷേ അവർ മൂല്യങ്ങൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നില്ല. ഈ കുഞ്ഞ് ഈ സമൂഹത്തിലാണ് ജീവിക്കേണ്ടത്. അവന് ധാരാളം പ്രശ്നങ്ങൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വരും. എന്താണ് ശരിക്കുള്ള ജീവിതം? എവിടെയൊക്കെയാണ് നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത്? ഒരു വ്യക്തിയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് കുട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ വലുതായി കഴിയുമ്പോൾ മാതാപിതാക്കളെയും എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടുവന്ന് തള്ളും. അപ്പോൾ
അച്ഛനെയും അമ്മയെയും നോക്കാത്ത, അവരുടെ വികാര വിചാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത മക്കൾ ഈ ഭ്രമാവസ്ഥയിലുള്ള ജീവിതം വീണ്ടും സങ്കീർണമാക്കുകയാണ്. അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിൽ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കേണ്ടതായിട്ടുള്ള സംസ്കാരവും അറിവും ശരിയായ സമയത്ത് പകർന്നു കൊടുക്കാത്തത് നമ്മളുടെ ഈ ഭ്രമം കൊണ്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ ശരിക്കും അത് പകർന്നു കൊടുത്തു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ മക്കൾ നമ്മളെ ഉപേക്ഷിക്കില്ല. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ആധ്യാത്മികത എന്ന് പറയുന്നത്. ഈ പ്രശ്നങ്ങളെ ധീരമായിട്ട് അതിനെ അതിവർത്തിക്കുക, അതിജീവിക്കുക, അറിവ് ഉപയോഗിച്ച്. അവിടെ വേറെ ബലം പ്രയോഗിച്ചല്ല, നമ്മളുടെ അറിവിനെ ഉപയോഗിച്ച് തടസ്സങ്ങളെല്ലാം മാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ആ അറിവ് നമ്മൾക്ക് ലഭിക്കേണ്ടത് നമ്മളുടെ കുടുംബത്തിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. സ്കൂളിലെ കോളേജിലെ വിദ്യാഭ്യാസമൊക്കെ ആ രീതിയിലുള്ള മൂല്യങ്ങൾ പകർന്നു തരുന്ന അറിവുകളല്ല. അത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു വിദ്യാഭ്യാസമാണ്. ആ തിരിച്ചറിവ് നമ്മൾക്കും നമ്മളുടെ സന്തതി പരമ്പരകൾക്കും അധ്യാപകർക്കും സാംസ്കാരിക രംഗത്തുള്ളവർക്കും ഒക്കെ എന്നാണോ ഉണ്ടാകുന്നത് അന്ന് മാത്രമായിരിക്കും ഇവിടെ ഒരു സന്തുലിതാവസ്ഥ രൂപപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അറിവ് നമുക്കുണ്ടാകട്ടെ. ഏവർക്കും നമസ്കാരം.